ഇത് വരിക്കോട്ട് കുളം. നമ്മളെ പട്ടർക്കുനടക്കാവുന്ന ലെഫ്റ്റ് വന്നാൽ അവിടെ കിട്ടുന്നൊരു കുളമാണ്. ഇത് തിരുനാവായ പഞ്ചായത്ത് നമ്പ്യാങ്കുന്ന് പറഞ്ഞു സാർ. പഞ്ചായത്ത് നമ്പ്യാങ്കുന്ന് വരിക്കോട്ട് ചിറ. ഇത് ഏകദേശം നമ്മളെ പട്ടർക്കാവുന്ന ലെഫ്റ്റ് വന്നാൽ കിട്ടുന്ന വലിയൊരു ചിറയാണ്. അത്യാവശ്യം വെള്ളമുണ്ട്, ആളുകൾ കുളിക്കാൻ വരുന്നുണ്ട്. നല്ലൊരു സ്ഥലമാണ്. എല്ലാവർക്കും വന്നിട്ട് കുളിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ബെസ്റ്റാണ്. കൃഷിക്ക് ഉപയോഗിക്കുന്ന സ്ഥലമാണ്. പഞ്ചായത്തിൻ്റെ 19-ാം വാർഡിൽപ്പെട്ട പഞ്ചായത്തൊക്കെ പടുത്തുണ്ടാക്കിയാൽ ഒരു പോകാനില്ലാതെ ചാടാൻ വേണ്ടി ഉണ്ടാക്കിയാണല്ലോ ഈ സാധാരണ പറയുമ്പോൾ ഇവരൊന്ന് പറഞ്ഞു 17 ലക്ഷം റുപ്യ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ്. 17 ലക്ഷം ഈ കാണുന്നത് 2 ലക്ഷത്തിന് പോലിച്ചാണ് ആ കണക്കെന്നാണ് പറഞ്ഞേക്കൊണ്ട്. അത് പണി കഴിഞ്ഞിട്ട് ചേട്ടോ, അങ്ങനെ ഒരു ഒപ്പുണ്ട്. തിരുനാവായ പഞ്ചായത്ത് എത്ര 19-ാം വാർഡിലുള്ള വരിക്കോട്ട് എന്ന് പറയുന്ന ചിറയാണിത്. ഈ ചിറയിൽ നമ്മൾ കുളിക്കുന്നത്. ഇവിടെ എത്ര ലക്ഷം ചിലവായത്? 17 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് പഞ്ചായത്ത് കെട്ടിയതാണ് ഈ ബാക്ക് കാണുന്നത്. പക്ഷെ മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ല, ഇനിയും പണി ഒരുപാട് ബാക്കിയുണ്ടെന്നാണ് പറയുന്നത്. ഇതിന്റെ സൈഡുകളൊക്കെ ഇനിയും കെട്ടാനുണ്ട്. സൈഡൊക്കെ കെട്ടും, നല്ല സാറാക്കും. കാരണം തിരുനാവായ പഞ്ചായത്ത് അത്രയും സാറാണ്. അതൊരു സാറാണ് അല്ലേ? അപ്പോൾ ഈ 17 ലക്ഷം കൊണ്ട് ഇവിടുത്തെ ബാക്കി പണികളൊക്കെ കഴിക്കാനുണ്ട്. അപ്പോൾ ആർക്കും വരെ കുളിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഒരു കുളമാണ്, നല്ലൊരു കുളമാണ്. പക്ഷെ നീന്താൻ അറിയുന്നവരെ ഇറങ്ങാവൂ. ആദ്യം നമുക്ക് കെട്ടേണ്ട സൈഡിന്റെ മതിലായിരുന്നു. കാരണം ഇവിടെയൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്, ഈ ഭാഗത്തൊക്കെ മണ്ണ് ഇടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം സൈഡ് കെട്ടിയാലാണ് ഏറ്റവും ഇഷ്ടം. ഇപ്പം നമ്മൾ സംസാരിച്ചത് ഇവിടുത്തെ നാട്ടുകാരുമായിട്ടാണ്. ഇവിടുത്തെ തിരുനാവായ പഞ്ചായത്ത് 19-ാം വാർഡ് പഞ്ചായത്ത്
17 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ കുളത്തിന് വേണ്ടിയിട്ട് പദ്ധതി ആവിഷ്കരിച്ചത് എന്നാണ് ഇവിടുത്തെ നാട്ടുകാരിൽ നിന്നും അറിയാൻ നമുക്ക് സാധിച്ചത്. നമ്മളോടൊപ്പം ഈ കുളത്തിൽ കുളിക്കുന്ന ചില ആളുകൾ നമ്മളോട് പറഞ്ഞതാണ്. അപ്പോൾ ഈ കുളം, ഇതുപോലെ തന്നെ ജലാശയങ്ങൾ, അതുപോലെ തന്നെ കളിക്കളങ്ങൾ, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് പ്രകൃതി നമുക്ക് കഞ്ഞി തന്ന ഒരു വരദാനമാണ്. ഒരു കാരണം നശിപ്പിക്കാനോ ഇല്ലായ്മ ചെയ്യാനോ പാടില്ല. മറിച്ച് നമ്മൾ ഇത്രയും ജലാശയങ്ങൾ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ നാടിനും ജലത്തിനും വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വരും തലമുറക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച്. കാരണം ഇന്നത്തെ കാലത്ത് കൂടുതൽ സൗകര്യങ്ങളായി വരും തോറും പഴയ കാല ഉള്ള കുളങ്ങൾ, ചിറകൾ എല്ലാം മണ്ണിട്ട് നികത്തി പോകുന്നൊരു സമ്പ്രദായം നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ പ്രകൃതിയോട് കാണിക്കുന്ന വികൃതിയും വെല്ലുവിളിയാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലുള്ള ഈ ഇത്തരത്തിലുള്ള ജലാശയങ്ങൾ വൃത്തിയാക്കിയിട്ട് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ കാലാവസ്ഥക്കും നമുക്കും നാടിനും അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ ഈ പഞ്ചായത്ത് ഇനി ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡ് 4 സൈഡും 3 സൈഡും ഭിത്തി വെച്ച് കെട്ടിയിട്ട് വൃത്തിയാക്കിയിട്ട് കുളമാക്കി മാറ്റണം. 17 ലക്ഷം രൂപ പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ടോയെന്ന് അറിഞ്ഞു. അത്രയും ചിലവ് ഇവിടെ കാണുന്നില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള പണി ഇനി മഴ ശമിച്ചാൽ തുടർ നടപടി ഉണ്ടാവും നമുക്ക് കരുതാം. അതുപോലെ തന്നെ ഇത് നല്ലൊരു ചെറിയ അത്യാവശ്യം വലുപ്പമുണ്ട്, അത്യാവശ്യം ആഴമുണ്ട്. ഒരുപാട് ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തിരുനാവായ പഞ്ചായത്ത് 19-ാം വാർഡ് വരിക്കോട്ടുചിറ കുളം ആണ് നമ്മളെ പുറകിൽ കാണുന്നത്. ഇവിടെ നമ്മൾ കുളിക്കാൻ വേണ്ടി വന്നത് രാവിലെ ഒരു 8 മണിയാണ് സമയം. അപ്പോൾ ഇത്തരം കുളങ്ങളും അതുപോലെ തന്നെ കളിസ്ഥലങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട സ്ഥലങ്ങളാണ്. നമുക്ക് ഇവിടെ നമ്മൾ പുറകെ ഒരുപാട് ആളുകൾ കുളിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഏകദേശം ഒരു 8:30-9 മണിയായിട്ടുണ്ടാവും. നല്ല മഴയാണ് ഇന്ന്. അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞു. അടുത്ത കുളം തേടി നമ്മൾ അടുത്തേക്ക് പോവാണ്. വലിയാർപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയൊരു കുളം ഉണ്ട് തന്നെ, അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് കന്മനുണ്ട്, കന്മനത്ത് ഒരു കുളം ഉണ്ടെന്ന് തന്നെ അവിടെയും പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്ക് ഇന്ന് 14/5/2024 ഇന്ന് രാവിലെ തൊട്ട് ഇന്നലെ രാത്രി തൊട്ട് മഴയാണ്, തോരാത്ത മഴയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ എൻജോയ് ചെയ്യാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇറങ്ങി കുളിക്കാനും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല വിശാലമായ നല്ലൊരു കുളമാണ്. ഈ കുളത്തിൽ എല്ലാവർക്കും വരാം, എല്ലാവരും വരണം, കാണണം. പക്ഷെ നീന്തം അറിയാവുന്ന ആളുകൾ മാത്രമേ വെള്ളത്തിൽ ഇറങ്ങാവൂ. വെള്ളത്തിൽ അല്പം ചില ഭാഗത്തൊക്കെ ആഴങ്ങളുണ്ട് എന്നാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത്. ഇത് ഈ നിൽക്കുന്ന കെട്ടിയുണ്ടാക്കിയ കുട്ടികൾക്ക് ചാടാനുള്ള സ്ഥലമാണ്. പഞ്ചായത്ത് പ്രത്യേകം സജ്ജീകരിച്ചതാണ്. 19 പടവുണ്ട്. അത് നമുക്കിവിടെ ഒരു 5-6 പടവ് ഇപ്പോൾ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം വെള്ളത്തിനടിയിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കുടി കഴിഞ്ഞു, നമ്മൾ കയറി പോവുകയാണ്. ഇതാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിയാണ് ഇത്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് പുറവശത്ത് നമ്മുടെ ചിറ കാണാം. കുളി കഴിഞ്ഞപ്പോൾ നല്ല മഴയാണ് ഇന്ന്. അപ്പോൾ നമ്മൾ പുറകിൽ ഇവിടെ ചിറ കാണാം നമുക്ക്. അത് തിരുനാവായ പഞ്ചായത്ത് 19-ാം വാർഡ് പഞ്ചായത്ത് നിർമ്മിച്ചാണ്. ഇതിൻ്റെ പണികളൊക്കെ ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ്, പോകും പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നല്ല ചിറയാണ്, പക്ഷേ ആഴമുണ്ട്. നീന്താൻ അറിയണം, നീന്താൻ അറിയാത്തവർ വരരുത്, അല്ലെങ്കിൽ ആയിട്ട് വരണം. സ്വന്തം സുരക്ഷിതം, നമ്മുടെ സേഫ്റ്റി സ്വന്തം നോക്കണം. വലിയ കുളമാണ്. അപ്പോൾ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു കുളമുണ്ട് തന്നെ, നമ്മൾ അങ്ങോട്ട് പോകണം. ഇതിൻ്റെ ഏതാണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു കുളം വേറെ ഉണ്ടെന്ന് നമുക്ക് അവിടേക്ക് പോയി നോക്കാം. കായൽമഠത്തിൽ കുളം എന്നാണ് പറയുന്നത്. വലിയ പറപ്പൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടക്കൽ വലിയ പറപ്പൂരും ചെറിയ പറപ്പൂരും ഉണ്ട്. അതല്ലാത്ത ഇവിടെ ഈ ബട്ടർകാവ് ഈ ഭാഗത്ത് ഉള്ള ഒരു ചെറിയ വലിയ പറപ്പൂർ അവിടെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് അടുത്ത കായൽമഠത്തിൽ കുളത്തിൽ വെച്ച് അവിടെ വെച്ച് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരെയും എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിൽ ഇതുപോലെ തന്നെ ചിറകളോ കുളകളോ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മൾ വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും. ഞാൻ നേരത്തെ മുൻ പ്രവാസിയാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.